അമ്മേ, എന്തായി നമ്മുടെ പാറുവിന്റെ അഡ്മിഷന്റെ കാര്യം? അത് ശരിയായമ്മേ. അമേരിക്കയിൽ നിന്ന് വന്ന കുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ പ്രിൻസിപ്പൾ ആദ്യം ഒന്ന് മടിച്ചു. പിന്നെ അവിടുത്തെ പ്രിൻസിപ്പളും ചേട്ടനും ക്ലാസ്മേറ്റ്സും ആയിരുന്നു. കഴിഞ്ഞ ബാച്ചിലെ 3 കുട്ടികൾ ആത്മഹത്യ ചെയ്ത വേക്കൻസി ഉണ്ടായിരുന്നു. അതിലൊന്ന് പാർവതിക്ക് കിട്ടി. നന്നായി. അല്ല, ആ കേസിന്റെ അന്വേഷണം എന്തായി മോനെ? അത് സ്ട്രിക്ട്ലി കോൺഫിഡൻഷ്യൽ. ലക്ഷ്മിക്കുട്ടി അമ്മ അറിയണ്ട. ഓ, വലിയൊരു SP വന്നിരിക്കുന്നു. അപ്പോഴേക്കും പിണങ്ങിയോ? അവളെവിടെ പാറക്കുട്ടി? അവളൊക്കെ ആവി തൊഴാൻ പോയിരിക്കുക. No, Ramdas. You have to collect the details as early as possible. നിങ്ങൾക്കറിയില്ലേ എന്റെ മേലുള്ള ഗവൺമെന്റ് പ്രഷർ. ഓക്കെ ഓക്കെ ഓക്കെ, ഡു വാട്ട് ഐ സേ. ഹായ് കൊച്ചാ. ഹായ്. ദാ പ്രസാദം. നിന്റെ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ സ്കൂളിലെത്തണം. താങ്ക് യു. ദേ, ഹോസ്റ്റലിലാണെങ്കിലും അവധി കിട്ടുമ്പോഴൊക്കെ ഇനി വരണം കേട്ടോ. എനിക്ക് ഇവിടെ നിന്നാ മതി മുത്തശ്ശി, ഹോസ്റ്റലിൽ പോകണ്ട. എന്ന് പറഞ്ഞ 10-20 കിലോമീറ്റർ ദിവസവും കൊണ്ടാക്കാൻ പറ്റുമോ? കൊച്ചനെ 100 കൂട്ടം പണിയുണ്ട്. നോ പ്രോബ്ലം, ഞാൻ തനിയെ വന്നോളാം. നല്ല കാര്യമായി. ഇത്രയും ദൂരമോ? ഇത് അമേരിക്കയല്ല. ഹലോ. ഏട്ടാ, എല്ലാം ശരിയായി. നാളെ ഹോസ്റ്റലിൽ കൊണ്ടാക്കുക. ഹേയ്, ഡോണ്ട് വറി, എല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. പാറുവിന്റെ കൊടുക്കാം. ഹലോ അച്ഛാ, ഹൗ ആർ യു? ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞതാ ഇവിടെ നിന്ന് പഠിച്ചോളാന്ന്. കേൾക്കുന്നില്ല. അച്ഛനും കൊള്ളാം, കൊച്ചച്ഛനും കൊള്ളാം, മുത്തശ്ശിയും കൊള്ളാം. ഞാൻ ഇനി ആരോടും മിണ്ടുന്നില്ല. ആഹാ, ഇതുവരെ റെഡിയായില്ലേ? എളുപ്പമാവട്ടെ, സമയമായി. 2 മിനിറ്റ് കൊച്ചാ പ്ലീസ്. ഇങ്ങനെയാണോ തല തോർത്തുന്നത്? നനഞ്ഞ കോഴിയെ പോലുണ്ട്. വല്ല പനിയും പിടിക്കും. ആഹാ, നീ എന്താ കഴിക്കാൻ വരാഞ്ഞേ? ദാ ഇതങ്ങോട്ട് കഴിച്ചേ. എനിക്ക് വേണ്ട മുത്തശ്ശി, ഞാൻ കൊച്ചു കുട്ടിയെ മറ്റാണോ? ഞാൻ താഴെ വന്ന് കഴിച്ചോളാം. ഓ, വലിയൊരു കുടുംബശ്രീ. ഇതങ്ങോട്ട് കഴിച്ചേ. മുത്തശ്ശി എന്നോട്ട് ഓട്ടി തുടങ്ങിയതാ. ഇറങ്ങിയ മോളെ. മുത്തശ്ശി, ഞാൻ റെഡി. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. നന്നായി വരും. ദേ, അമ്മയും കൂടെ തൊഴുതിട്ട് പോ. എത്രയായി? 20 രൂപ. വായി നോക്കാതെ ഒരു കൈ സഹായിക്കടോ. ഓ പിന്നെ സാമ്പേട്ടാ, ഇത് എവിടെ പോയി കിടക്കായിരുന്നു? പ്രിൻസിപ്പൾ അച്ഛൻ അന്വേഷിക്കണ്. വേഗം ചെല്ല്. സൗകര്യമില്ലാന്ന് പോയി പറ. അയക്കെന്താ എന്നെ ഉറക്കം വരില്ലേ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അകത്ത് SP അദ്ദേഹം വന്നിരിപ്പുണ്ട്. തന്നെ പൊക്കാനാണെന്ന് തോന്നുന്നത്. എന്റെ ശ്രീകൃഷ്ണ. അതുപോട്ടെ, ശ്രീശങ്കർ ഇടയ്ക്ക് എങ്ങാനും വരുന്നുണ്ടോ? എല്ലാ ഓണത്തിനും വരാറുണ്ട്. എന്തിനാച്ചോ വിളിപ്പിച്ച? ഇത് പുതിയ അഡ്മിഷനാ, പാർവതി. മിസ്റ്റർ ശ്രീകാന്തിന്റെ ജ്യേഷ്ഠന്റെ മകളാ. നമസ്തേ ഫാർ. ഇത് സാംബശിവൻ, ഇവിടത്തെ ഓൾ ഇൻ ഓൾ. കക്ഷിക്ക് സാ എന്ന അക്ഷരം വരില്ല, പകരം ഫാ എന്നാ പറയാറ്. കുട്ടിക്കാലം മുതൽക്ക് എനിക്ക് ഫാ വരില്ല ഫാർ. സാംബശിവൻ, ഈ കുട്ടിക്ക് ഹോസ്റ്റലിലെ റൂം നമ്പർ 13 ഒന്ന് കാണിച്ചു കൊടുക്കും. ശരി അച്ഛോ. യു ഗോ വിത്ത് ഹിം. താങ്ക് യു ഫാദർ. എല്ലാ വെള്ളിയാഴ്ചയും ഈവനിങ് ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. ശരി കൊച്ചാ. ആ ഫുഡ് കേക്ക് നീ തന്നാക്കൂ. എന്നാ പിന്നെ ഞാനും ഇറങ്ങട്ടെ. നമ്മുടെ കേസിന്റെ കാര്യം എന്തായി? അന്വേഷണം പുരോഗമിക്കുന്നു. വരട്ടെ. ശരി. ഇതാണ് കുട്ടിയുടെ മുറി, റൂം നമ്പർ 13. ഓ, ഇതെന്ത് പൂട്ടാ, മണിച്ചിത്രത്താഴോ. ഈ താക്കോലിനി കുട്ടിയുടെ ഫോൺ. ഇതാരാ സാമ്പേട്ടാ? പുതിയ അഡ്മിഷനാ? അങ്ങ് അമേരിക്കയിൽ നിന്നാ. ഹൗ ഈസ് നെയിം? വാട്ട് ഓൾഡ് ആർ യു? ഫൈൻ, താങ്ക് യു. ഞാൻ പാർവതി. ഞാൻ വർഗീസ് MA. MA ഇൻഷ്യലായി. ഇവിടുത്തെ ബസ് ഡ്രൈവറാ. ബസ് ഡ്രൈവർ ആണെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. എന്നെ അനുസരിച്ച് മര്യാദക്ക് ഇവിടെ കഴിഞ്ഞോളണം. വെളച്ചിലെടുത്താൽ
ധാരാണെന്ന് മനസ്സിലായ ആരാ? ഇവിടുത്തെ പോലീസ് FP ഫ്രീഗാൻ ഫാറിന്റെ ജ്യേഷ്ഠന്റെ മകളാ. ഞാൻ വെറുതെ പറഞ്ഞതാ. കുട്ടിക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ആവാം. ആയിക്കോട്ടെ, വരട്ടെ. വരൂ. ദാ, അതാണ് കുട്ടിക്ക് പഠിക്കാനുള്ള ടേബിൾ. ഇത് ഡ്രസ്സും മറ്റ് സാധനങ്ങളും വെക്കാനുള്ള അലമാര. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും മേട്ടനോട് പറഞ്ഞാൽ മതി. ശരി. തനിഗുണം പരിചയപ്പെടുമ്പോ മനസ്സിലാക്കും. എന്റെ കൃഷ്ണ. എന്താ പേടിച്ചു പോയോ? ഐ എം സോറി, ഒരു തമാശക്ക് ചെയ്തതാ. പുതിയൊരു കുട്ടി റൂംമേറ്റ് വന്നിട്ടുണ്ടെന്ന് സാംബശിവൻ ചേട്ടൻ പറഞ്ഞു. പാർവതി നല്ല പേര്. ഞാൻ ജൂണ മേരി. ഹായ്. ഹലോ. ഇവരൊക്കെ ആരാ? ഇവരെന്റെ ഫ്രണ്ട്സ് ആയിരുന്നു. ഇത് കല്യാണി, ഇത് ഗൗരി, ഇത് എലീന. ഇവരെ സൂയിസൈഡ് ചെയ്തത്. ഗൗരി ഈ റൂമിലായിരുന്നു താമസം. ബാ, മറ്റു റൂമിലെ കുട്ടികളെയൊക്കെ പരിചയപ്പെടുത്തി തരാം. Dear friends, today we have 3 new friends. ഹസീന, ഷാരിക, പാർവതി. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതേ ക്ലാസ് റൂമിൽ തന്നെയായിരുന്നു. പക്ഷേ ഒരു വ്യത്യാസം മാത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരായ ഗൗരി, എലീന, കല്യാണി അവരിന്ന് നമ്മോടൊപ്പം ഇല്ല. അവർക്കായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. Let us bury the past and look forward for a better present and a brighter future. ഈ ഫ്രണ്ട്സിനെ നമുക്ക് എങ്ങനെ വെൽക്കം ചെയ്യാം? ഞാൻ പറയാം. ഹസീന ഒരു മാപ്പിളപ്പാട്ട് പാടിയാ മതി. അയ്യോ, എനിക്ക് പാടാനൊന്നും അറിയില്ല. അതൊന്നും പറഞ്ഞേ പറ്റില്ല, പാടിയേ പറ്റൂ. എത്രയും ബഹുമാനപ്പെട്ട എന്റെ ഭർത്താവ് വായിച്ചറിയ. അപ്പൊ കുട്ടി കെട്ടിയതാണല്ലേ? ഓക്കെ, ഇനി പാർവതി. അയ്യോ, എനിക്ക് പാട്ടും ഡാൻസ് ഒന്നും അറിയില്ല. ശരി, എങ്കിൽ ഞാൻ വേറൊരു ഐഡിയ പറയാം. ഇതാ. ഹായ്. താങ്ക് യു. എന്തൊരു ഹാപ്പി. ഇതേ തനിക്ക് കഴിക്കാനല്ല. ഈ ക്ലാസ്സിൽ സുന്ദരന്മാരും സുമുഖന്മാരുമായ കുറെ ബോയ്സ് ഉണ്ട്. അതിൽ ഇഷ്ടമുള്ള ഒരാളെ ഇപ്പൊ തന്നെ തനിക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ഈ സ്വീറ്റ് അയാൾക്ക് കൊടുക്കണം. ഓക്കെ? അയ്യോ, അതൊന്നും വേണ്ട. ഇതൊക്കെ ഒരു തമാശയല്ലേടോ. കാമോൺ യാർ. താങ്ക് യു. എങ്കിലും എന്റെ രായപ്പന്നി എന്നെ ചതിച്ചല്ലോടാ. ഓക്കെ ഓക്കെ, സ്റ്റോപ്പ് സ്റ്റോപ്പ്. റെഡി, 1 2 3. ഗുഡ് മോർണിംഗ് ഫാദർ. Good morning. Sit down. Blue house. 1 ക്രിസ്റ്റി, 2 റിഷാം, 3 നീതു, 5 ആനന്ദ്, 6 ഡോൺ, Green house. 9 അഖില, 10 ജേക്കബ്, 11 കിരൺ. 12 ശാരിക. 13 പാർവതി. ഗുഡ് മോർണിംഗ് സർ. Morning. ഏയ് അലോഷി. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഫോർ വാട്ട്? ഒരു പിടിയും കിട്ടുന്നില്ല. ഇല്ല. കഷ്ടം തന്നെ. ടുഡേ ഈസ് യുവർ ബർത്ത്ഡേ. ഓ, താങ്ക് യു ഡിയർ. ഇപ്പൊ മനസ്സിലായില്ലേ അലോഷിയുടെ കാര്യത്തിൽ എനിക്ക് എന്തുമാത്രം ശ്രദ്ധയുണ്ടെന്ന്? I know that, Jennifer. അപ്പോ വൈകുന്നേരം കാണണം. Sure. My Antarctic experience was full of such epiphanies. എക്സ്ക്യൂസ് മീ ഫാദർ, Yes? എനിക്ക് ഈ ഡാൻസിലും പാട്ടിലൊക്കെ താല്പര്യമുള്ള കുട്ടികളുടെ ലിസ്റ്റ് വേണമായിരുന്നു. Please. താങ്ക് യു ഫാദർ. ഡാൻസ്, പാട്ട് ഇതിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളൊന്ന് കൈപ്പൊക്കെ. യെസ്, കമാൺ. 1 2 3 4 5. ഫാദർ, ഇവരാണോ പുതിയ കുട്ടികൾ? Yes. Parvati, Sharika, Hasina.
നിങ്ങൾക്ക് ഡാൻസും പാട്ടൊന്നും അറിയില്ലേ? What about you, Hasina? പാടാൻ അറിയില്ല, ഒപ്പന കളിക്കാൻ അറിയാം. ആഹാ. ആ, sit, sit, sit. ആ, എന്താ തന്റെ പേര്? പാർവതി. ആ, ഇയാളെ കണ്ടിട്ട് ഒരു ഡാൻസറുടെ ലുക്ക് ഉണ്ടല്ലോ. ഡാൻസ് അറിയോ? അയ്യോ ഇല്ല സർ. എക്സ്ക്യൂസ് മീ, അലോഷ്യം വട്ടപ്പറമ്പിലെ പ്രിൻസിപ്പൽ വിളിക്കുന്നു. എന്താ കാര്യം? അറിയില്ല. Juna, just take the list of those who are interested. I'll be back in a while.